ഈ ബംഗ്ലാദേശിലെ സർക്കാർ ജീവനക്കാരൊക്കെ ഇപ്പോൾ ഭരണകൂടത്തിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പട്ടാളമൊക്കെ നിരന്നിരിക്കുകയാണ്. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? കുറേ നാളുകളായിട്ട് ബംഗ്ലാദേശ് പലവിധ പ്രശ്നങ്ങളിലാണ്. ഇനി എന്താവാൻ ബംഗ്ലാദേശ്? ആ രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഭരണമില്ല, ഭരണകൂടമില്ല, യാതൊന്നുമില്ല. അരാജകവാദം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതലേ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന അമേരിക്കയുടെ പാവയായിട്ടുള്ള ആള് അവിടെ ഒരു പാവ ഭരണകൂടം നയിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, ഇടക്കാല ഭരണകൂടം എന്നാണ് പറയുന്നത്. കുറേ കാലമായി ഭരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ വന്ന ആദ്യ നാളുകളിൽ തന്നെ ഭരണമെല്ലാം ഏറ്റെടുത്തത് അവിടുത്തെ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ്. അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവും എല്ലാം കൂടെ ചേർന്ന് എല്ലാം കുട്ടിച്ചോറാക്കി. അവിടെ ഉണ്ടായിരുന്ന മതസൗഹാർദ്ദം തകർത്ത് തരിപ്പണമാക്കി. ഹിന്ദു ക്ഷേത്രങ്ങൾ, ബുദ്ധക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ സിഖ് ക്ഷേത്രങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ മുഴുവൻ നശിപ്പിച്ചു. അവരെ കണ്ടു, കൊന്നു ഒരുപാട് പേരെ. ഇസ്കോൺ മൂവ്മെൻറ്റിൽപ്പെട്ട ആർക്കുമെതിരായിട്ട് വർഗീയ കലാപത്തിന് പോകാത്ത സംഘടനയുടെ എല്ലാ മതങ്ങളിൽപ്പെട്ട ആൾക്കാരെയും സ്വീകരിക്കുന്ന സംഘടനയിലെ പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ള പുരോഹിതനെ കൊന്നു. അവിടെ കൊന്നു കുഴിച്ചിട്ടു. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ ഇല്ലാതായി. എന്നിട്ട് ചൈനയിലേക്ക് പോയി ഈ മനുഷ്യൻ മുഹമ്മദ് യൂനിസ് പോയി ചങ്ങാത്തം സ്ഥാപിക്കുക. ഞങ്ങൾക്കാണുള്ള കടലല്ല, അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ചിറ്റകവും ഞങ്ങളുടെയാണ്, തുറമുഖം ഞങ്ങളുടെയാണ്, ഇന്ത്യക്ക് കടലില്ല, അതുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ എളുപ്പമാണ്, കരയുള്ളൂ ഇന്ത്യക്ക്. ഇപ്പോൾ കരയുകയാണ് ഭരണകൂടം ഇരുന്നു. ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം ഇരുന്ന് കരയുകയാണ്. അത് വേറൊരു മന്ത്രി പറഞ്ഞു, അവിടെ കൽക്കട്ട ഞങ്ങൾ പിടിച്ചടക്കും, മറ്റേ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കും, ഇന്ത്യ പാക് സംഘർഷം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കും, പിടിച്ചടക്കും. അവരുടെ വലിയ സൈന്യം പോലും വേണ്ട, അവരുടെ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ, നമ്മുടെ ജനങ്ങൾ മതി. വലിയേട്ടനായിട്ടുള്ള ചൈന വിചാരിച്ചിട്ട് പോലും ഒരു ചുക്കും സംഭവിച്ചില്ലെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ടും ഇറക്കുമതി വേണ്ട, ഇവിടുന്ന് അങ്ങോട്ടും വേണ്ട. തുണി നമ്മളിപ്പോൾ വാങ്ങിക്കുന്നില്ല, തുണി അവിടുന്ന് വാങ്ങിക്കുന്നില്ല. തുണിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് ആരെയും കടത്തിവിടുന്നില്ല, അവിടെ അടച്ചു വെച്ചിരിക്കുക. വെള്ളം ശരിയായിട്ടുള്ള രീതി അദാനിയുടെ കീഴിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതെ, ബറാക്ക അണക്കെട്ട് അവിടെ നിന്നുള്ള വെള്ളത്തിൽ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദാനിയാണ് അവിടെ ഈ സോളാർ പവർ പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ച് അതിൻ്റെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഇപ്പോൾ ഊർജ്ജമില്ലാത്ത രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശ് മാറിയിരിക്കുക. കാരണം എന്താ? അദാനിക്ക് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അദാനി പലതും അവിടെ കുടിശ്ശിക ആക്കിയത് കൊണ്ട് പലതും അവിടെ ക്യാൻസൽ ചെയ്തു. ഊർജ്ജമില്ലാത്ത രാഷ്ട്രമായിട്ട് മാറിയിരിക്കുക. ഒരു ഭരണാധികാരിക്ക് ഒരു നാണം വേണ്ടേ, ഉളുപ്പ് വേണ്ടേ? നൊബേൽ സമ്മാനം കിട്ടിയെന്നാണ് പറയുന്നത്. ഇത്ര നാൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അവിടെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണ്ടേ? അന്യായമായിട്ടുള്ള ആവശ്യം മാത്രമാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശിന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ പിന്നീട് യൂനിസിന്റെ ഒരു ഭരണത്തിലേക്ക് വരാനൊക്കെ കാരണം. അപ്പൊ ഇപ്പൊ വീണ്ടും ഈ അവിടുത്തെ സർക്കാർ ജീവനക്കാര് തന്നെ ഇപ്പോൾ അത് അടുത്തൊരു പ്രക്ഷോഭമായിട്ട് മാറി. അത് ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഉണ്ടായത് തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയാണ്. ബംഗ്ലാദേശിലെ ഡാക്ക സർവകലാശാലയിൽ ഉൾപ്പെടെ അന്നാണ് ലോക ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്ന ആ ദിനമാണ്. അവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാ ഭാഷയ്ക്ക് പകരം പാകിസ്ഥാൻ യാഹ്യാ ഖാൻ അതിൻ്റെ ഭരണകൂടം അവിടെ ഭാഷ അടിച്ചേൽപ്പിച്ചു. ഏത് ഭാഷ? ഉറുദു ഭാഷ അവിടെ അടിച്ചേൽപ്പിച്ചു. നിങ്ങളിനി ബംഗ്ലാദേശ് ഭാഷ സംസാരിക്കേണ്ട, ഉറുദു മതി എന്ന് മതപരമായ ഒരു അടിച്ചേൽപ്പിക്കലുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി. കുറേയേറെ വിദ്യാർത്ഥികളെ അവർക്ക് നേരെ പോലീസ് വെടിവെച്ചു. കുറേയേറെ വിദ്യാർത്ഥികൾ രക്തസാക്ഷികളായി മരിച്ചു. ആ ഓർമ്മയ്ക്കായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഭാഷാ ദിനം ആചരിച്ചു വരുന്നത്. അതുകൂടാതെ ഈ വിദ്യാർത്ഥികൾ തന്നെ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വേണം, ഈ ഉറുദു അടിച്ചേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പട്ടാളക്കാർ വന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, ആ കുട്ടികളെ അതുപോലെ തന്നെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരാതികളെ തുടർന്ന് അവർ വലിയ പ്രക്ഷോഭത്തിലാണ്. ആ പ്രക്ഷോഭം അടിച്ചമർത്താൻ വേണ്ടി അയ്യൂബ് ഖാനും യാഹ്യാ ഖാനും അന്നത്തെ പട്ടാള ഭരണ മേധാവി ഒക്കെ കൂടി പട്ടാളത്തെ അങ്ങോട്ട് അയച്ചുകൊണ്ട് നേരിടുക, അവരുടെ തന്നെ ജനങ്ങളെ. ഇപ്പോൾ അവർ ബലൂചിസ്ഥാനിൽ നടത്തിയതിന് സമാനമായിട്ടുള്ള ക്രൂരതകൾ നടത്തി. 19 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ അവിടെ ജീവിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്ക് കുടിയേറി. ഇന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മുക്തി ബാഹിനി എന്ന് പറയുന്ന സംഘടനയിലൂടെ ബംഗ്ലാദേശിനെ ഈ പാകിസ്ഥാൻ്റെ അടിച്ചമർത്തലിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുകയും പട്ടാളം 99,000-ഓളം പട്ടാളം വരുന്ന പട്ടാളങ്ങൾ കീഴടങ്ങുകയും അതിനെ തുടർന്ന് സിംല കരാർ എന്ന പേരിൽ ഒരു കരാർ, ഈ പട്ടാളക്കാരെ നമ്മൾ വിട്ടുകൊടുത്തു. നമ്മൾ പിടിച്ച സ്ഥലങ്ങൾ പാക്
ഓക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് സിംല കരാർ ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ കരാർ ഒപ്പിട്ട ആ നിമിഷം മുതൽ അത് പാലിച്ചിട്ടില്ല പാകിസ്ഥാൻ. അതിൻ്റെ ഫലമാണ് ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതിരിക്കട്ടെ, ഈ ബംഗ്ലാദേശിൽ തന്നെ വീണ്ടും ഷെയ്ഖ് ഹസീന, അന്ന് മുജിബുർ റഹ്മാൻ ആയിരുന്നു അവരുടെ രാഷ്ട്രപിതാവ് ആയിട്ട് അറിയപ്പെടുന്ന മുജിബുർ റഹ്മാനാണ് ആ സമരത്തെ നയിച്ചത്. ഒരുപാട് ദുരിതങ്ങൾ നയിച്ചുകൊണ്ട് ആ രാജ്യത്തിന് മോചനം നേടിക്കൊടുത്ത രാഷ്ട്രപിതാവാണ്. അപ്പോൾ അതിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ഈ ഷെയ്ഖ് ഹസീന അവിടെ വിദ്യാർത്ഥികൾക്ക്, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. ആ സ്കോളർഷിപ്പ് അല്ല, സംവരണം. ആ സംവരണത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് ഈയിടെ നടന്നത്. ആ പ്രക്ഷോഭം അവിടെ ആകപ്പാടെ വർഗീയ കലാപമായിട്ട് മാറുകയും ഹിന്ദുക്കൾക്കെതിരെ, ബുദ്ധമതക്കാർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, ജൈനമതം, മറ്റെല്ലാ മതക്കാർക്കുമെതിരെയുള്ള പ്രക്ഷോഭമായിട്ട് അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുകയും അവരെ തന്നെ കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയപ്പോൾ അമേരിക്ക ഏൽപ്പിച്ച ഭരണകൂടമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം. കുറേയേറെ മാസങ്ങളായി അവർ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരു ഇടക്കാല നടപടിയായിട്ടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് മാറുന്നില്ല. എന്ന് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടാത്ത ഈ ഭരണാധികാരിക്ക് ഒരു അധികാരവുമല്ല. തെരഞ്ഞെടുപ്പിന് അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, നിക്ഷിപ്തമായ ചുമതല. പക്ഷേ അത് ചെയ്യാതെ അദ്ദേഹം ഓരോരോ നടപടികൾ, ചൈനയുമായിട്ട് സഖ്യം സ്ഥാപിക്കുക, കരാർ ഒപ്പിടുക, അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഏറ്റവും പുതിയ നിയമം, അതാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ കാര്യമായിരിക്കുന്നത്. അതായത് സർക്കാർ ജീവനക്കാരെ ഏത് നിമിഷവും പിരിച്ചുവിടാം എന്നുള്ള സർവീസസ് നിയമം അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവിടെ പാസ്സാക്കി. സർക്കാർ ജീവനക്കാർ ചുമ്മാതിരിക്കുമോ? അപ്പോൾ സംഘടനകൾ പ്രക്ഷോഭത്തിലിറങ്ങി വലിയ കലാപമായി. ആ കലാപത്തെ നേരിടാൻ വേണ്ടി ഇപ്പോൾ പട്ടാളത്തെ വിളിച്ചിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ്. രക്ഷയില്ലാതെ, ജനപിന്തുണയില്ലാത്ത ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. പബ്ലിക് സർവീസ് ഓർഡിനൻസ് എന്ന് പറയുന്ന ആ ഓർഡിനൻസാണ് അവിടെ പാസ്സാക്കിയത്. അതിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ടേർബുലൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ട്രിബ്യൂൺ എന്ന പത്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം, നമുക്ക് അവിടെ നിന്ന് വാർത്തകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവിടെ ബംഗ്ലാദേശ് ഗാർഡ് ബോർഡർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആയുധ സംഘങ്ങൾ മുഴുവൻ തന്നെ, പട്ടാളവും ഇപ്പോൾ അവരുടെ സെക്രട്ടേറിയറ്റിന്, അവരുടെ ഭരണസ്ഥിര കേന്ദ്രത്തിന്, നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ അവിടെ കാവൽ നിൽക്കുകയാണ്. വളരെ സെക്രട്ടേറിയറ്റിലെ പണിയെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ജോലിക്കാർ പണി ചെയ്യാൻ വേണ്ടി വരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ആകെ സ്തംഭിച്ചിരിക്കുക, ഭരണം അവിടെ സ്തംഭിച്ചിരിക്കുന്ന വലിയ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഉണ്ടായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തുല്യമായിട്ട് ഇപ്പോൾ സർക്കാർ സമാനമെന്ന് മാത്രമല്ല ഇതിപ്പോൾ പോകുന്നു. ജനങ്ങളും വലഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ ഇയാളുടെ ഭരണം കാരണം ജനങ്ങളും മൊത്തത്തിൽ വലഞ്ഞിരിക്കുകയല്ലേ. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന അങ്ങനല്ല. ഇപ്പോൾ ഇത് വരാൻ പോകുന്ന, അന്ന് ജനാധിപത്യം വന്നു അവിടെ. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ട് ബംഗ്ലാദേശ് അന്ന് മാറി. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പട്ടാള ഭരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പട്ടാള ഭരണ മേധാവിയായിട്ടുള്ള വക്കർ യുസമിൻ എന്ന് പറയുന്ന ആൾ നേരത്തെ തന്നെ മുഹമ്മദ് യൂനിസിനോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് 3 വട്ടം ആവശ്യപ്പെട്ടു നേരിട്ട് കണ്ട്. ഇതുവരെ അദ്ദേഹം അതിന് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ഞാൻ രാജിവെച്ച് പോകാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. അപ്പോൾ മുഹമ്മദ് യൂനിസിൻ്റെ കൂടുള്ള ആൾക്കാരെ പറഞ്ഞത്, ഭരണത്തിൽ നിന്ന് പോകണ്ട, പട്ടാളത്തെ വകവെക്കണ്ട. പട്ടാളം ഈ പറയുന്ന വക്കർ യൂസ്മിൻ എന്ന് പറയുന്ന ആൾ വളരെ സ്ട്രിക്റ്റാണ്. പട്ടാളത്തിനെ എല്ലാം കൂടെ കൂട്ടി അദ്ദേഹം ഇപ്പം നടത്താൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ദേശീയ ഭരണകൂടത്തെ അവരോധിക്കുക. അതായത് ഷെയ്ഖ് ഹസീനയും അതിനു മുമ്പ് ഭരിച്ചിരുന്ന, അവർക്കെതിരെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഖാലിദ സിയയെയും കൂട്ടി ഉള്ള ഒരു നാഷണൽ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക, അവരുടെ കീഴിൽ ഭരണം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അത് സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ കീരിയും പാമ്പും പോലെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഭയങ്കരമായിട്ടുള്ള ശത്രുതയാണ് ഈ 2 സ്ത്രീകൾ തമ്മിൽ. നല്ല രസമായിരിക്കും 2 സ്ത്രീകളുടെ ഒരു ഭരണകൂടം എന്ന് പറയുന്നത്, നല്ലതായിരിക്കും. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അത്ര കടുത്ത ശത്രുതയാണ് അവർ തമ്മിലുള്ളത്. എന്നതുകൊണ്ട് അത് സംഭവിക്കുന്നത്. പിന്നെന്താ സംഭവിക്കുക? പിന്നെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, പട്ടാളം തന്നെ ഭരണം അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് വക്കർ യൂസമിൻ എന്ന് പറയുന്ന ആൾ വരിക എന്നുള്ള വളരെ അപകടകരവും ജനാധിപത്യപരവും വിരുദ്ധവുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്.
പക്ഷേ ഇന്ത്യക്ക് ഇത് കുഴപ്പമില്ല. കാരണം നമുക്ക് മുഹമ്മദ് യൂനിസിനേക്കാൾ മോശമായിട്ടൊന്നും സംഭവിക്കാനില്ല. തീർച്ചയായിട്ടും ഈ പട്ടാള ഭരണകൂടം ചൈനയുമായിട്ട് ഇദ്ദേഹം ചങ്ങാത്തം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന പട്ടാള ഭരണമാണത്. ആ പട്ടാള ഭരണം ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കും. മുഹമ്മദ് യൂനിസ് ഇങ്ങനെ ചൈനയുമായിട്ട് ചങ്ങാതം കൂടുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതിന് ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഭരണകൂടത്തിന് അവകാശമില്ല. അങ്ങനെ അവർക്ക് ഇല്ലാത്ത അവകാശങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരാണ് ഈ പട്ടാള മേധാവി. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇന്ത്യക്കെതിരാകാൻ സാധ്യതയില്ല. പക്ഷേ ജനാധിപത്യത്തിന് ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ പട്ടാള ഭരണകൂടത്തിന് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഹോപ്പിംഗ് എഗൻസ്റ്റ് ദ ഹോപ്പായിട്ട് നമുക്ക് സ്വീകരിക്കാനേ തൽക്കാലം